നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബോറോണിൻ്റെ 3 ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട്. NCERT തന്ന ബോറോണിൻ്റെ 3 ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട് നിങ്ങൾക്ക് അറിയായിരിക്കും. ഒന്നാമത്തെ കോമ്പൗണ്ട് ഏതാ? ഒന്നാമത്തെ കോമ്പൗണ്ട്സ് ഓഫ് ബോറോണിൽ ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം, ബൊറാക്സ്. രണ്ടാമത്തെ കോമ്പൗണ്ട് ഓർത്തോബോറിക് ആസിഡ്. മൂന്നാമത്തത് ഡൈബൊറൈൻ. ഈ 3 കോമ്പൗണ്ട് നമുക്ക് ഡിസ്കസ് ചെയ്യണം. ഈ 3 കോമ്പൗണ്ടിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യണം. ഓക്കെ, പിന്നെ നിങ്ങൾ ചെയ്യേണ്ട പണി ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ ഈ ക്ലാസ് എടുക്കുന്നതോടുകൂടി തന്നെ NCERT ടെക്സ്റ്റ് ബുക്ക് ഒന്ന് ലൈൻ ബൈ ലൈൻ ഒന്ന് വായിക്കുക. NCERT ടെക്സ്റ്റ് ബുക്ക് ലൈൻ ബൈ ലൈൻ വായിക്കുക. ഇതിൽ കുറേ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യനിലോട്ട് നിങ്ങൾ പോകണ്ട. കുറേ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ വെറുതെ ഫിസിക്കൽ ഓർഗാനിക് ചെയ്യുന്ന പോലെ ചെയ്യാൻ നിൽക്കേണ്ട. ഇൻഓർഗാനിക് കെമിസ്ട്രിയിൽ ചെയ്തോ, ബട്ട് ആദ്യം എന്ത് വേണം? ഫസ്റ്റ് ആയിട്ട് NCERT ടെക്സ്റ്റ് ബുക്ക് നല്ലോണം വായിക്കുക. ടെക്സ്റ്റ് വായിച്ച് പോയിന്റുകളൊക്കെ എഴുതിയെടുത്തിട്ട് പിന്നെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ചെയ്യുക. ഇതിന് ട്വിസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് കറക്റ്റ് കൺസെപ്റ്റ് മനസ്സിലായി കഴിഞ്ഞാൽ എല്ലാത്തിനും ആൻസർ ചെയ്യാം. ആ വരുന്ന പോയിന്റുകളൊക്കെ നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നത്. ഇതുവരെ ചോദിച്ച ചോദ്യങ്ങളും ഇനി എന്തൊക്കെ വരാൻ ചാൻസ് ഉണ്ട്, അങ്ങനത്തെ പോയിന്റാണ് നമ്മളോട് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം, ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കണം. അല്ലാതെ ഇത് മാത്രം കണ്ടതുകൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല. ഓക്കെ, നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യുക, ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക. റൈറ്റ്, പഠിക്കേണ്ട രീതികളും കാര്യങ്ങളൊക്കെ നമ്മളും ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യം ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബൊറാക്സ് ആണ്. സോ ഫസ്റ്റ് ഹെഡിങ് ബൊറാക്സ്. ഓക്കെ, ബൊറാക്സിന് ശ്രദ്ധിക്കോ. ബൊറാക്സ് എന്നൊരു 4 പോയിന്റാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുക. ബൊറാക്സിന്റെ കേസിൽ എന്താ ബൊറാക്സിന്റെ ഫോർമുല? ബൊറാക്സിന്റെ ഫോർമുല Na2B4O7.10H2O. ഇതാണ് ബൊറാക്സിന്റെ ഫോർമുല. Na2B4O7.10H2O. ഇതിന് പകരം 4H2O എന്നാൽ ദേ ആർ കോൾഡ് കേർണൈറ്റ്. ടെക്സ്റ്റ് ബുക്കിന്റെ ഫസ്റ്റ് പാർട്ടിൽ ഉണ്ടാകും, ഗ്രൂപ്പ് 13 കേർണൈറ്റ് എന്ന്, KERNITE, കേർണൈറ്റ്. 4H2 ആണെങ്കിൽ ഈ ബൊറാക്സ് ഫസ്റ്റ്ലി ഇതിന്റെ സ്ട്രക്ചർ നമുക്ക് നോക്കാം. ഇതിന്റെ സ്ട്രക്ചർ ശരിക്കും ബോറോൺ, ദെൻ ഓക്സിജൻ, ഇങ്ങോട്ട് വരക്കാം, ബോറോൺ ഇതിനിടയിൽ ഓക്സിജൻ ബോണ്ട്. റൈറ്റ്, ready? Right, OH, then OH, out. നോക്കൂ, ഈ ബോറോണിൽ കറക്റ്റായിട്ട് നോക്കി. ഈ ബോറോണിന്റെ ചുറ്റുഭാഗം എത്ര ബോണ്ട് ഉണ്ട്? 1 2 3 ബോണ്ട്സ്. ഈ ബോറോൺ 1 2 3 ബോണ്ട്. ബട്ട് ഈ ബോറോണിന് നോക്കിയേ എത്ര ബോണ്ട് ഉണ്ട്? 1 2 3 4 4 ബോണ്ട്. 4 ബോണ്ടാണെങ്കിൽ ബോറോൺ ഒരു നെഗറ്റീവ് ചാർജ്, ഇവിടെയും 4 ബോണ്ട്, ബോറോൺ നെഗറ്റീവ് ചാർജ്. അപ്പം നെറ്റ് അവിടെ എന്ത് വന്നു? 2 നെഗറ്റീവ് വന്നു. ആ നെഗറ്റീവിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ പുറത്ത് എന്ത് കൊടുത്തു? Na2 this complex totally and out .8H2O. ഇതാണ് ആക്ച്വൽ റെപ്രസെൻറ്റേഷൻസ്. ഇതിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് എങ്ങനെ എഴുതാം? ദേ ആർ Na2 റൈറ്റ്, Na2B4O5OH4.8H2O. ഇതല്ലേ ഞാൻ ചെയ്തത്? Na2 B1 B2 B3 B4 OH4.8H2O. 8H2O. Right. So here ഈ ബോറോണെ ശ്രദ്ധിച്ചേ. ഇതിൽ എത്ര ബോറോൺ ഉണ്ട്? 4 ബോറോൺ ഉണ്ട്. 4 ബോറോണിൽ 2 ബോറോൺ ട്രയഗണൽ പ്ലനാർ sp2. കണ്ട, ട്രയഗണൽ പ്ലനാർ sp2. ഈ ബോറോണും sp2. നെക്സ്റ്റ് 2 ബോറോൺ നോക്കൂ. നെക്സ്റ്റ് 2 ബോറോൺ ടെട്രാഹെഡ്രൽ sp3. ടെട്രാഹെഡ്രൽ ആണ്, sp3 ആണ്. ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഒരു ബോറോണിന് 2 ഹൈബ്രിഡൈസേഷൻ ഉള്ള ബോറോണിന്റെ കോമ്പൗണ്ട് ഏതാണ്? 2 ഹൈബ്രിഡൈസേഷൻ ഉള്ള ബോറോണിന്റെ കോമ്പൗണ്ട് ബൊറാക്സ്. Borax contain 4 boron. Out of 4 boron, 2 boron trigonal planar, 2 boron tetrahedral. One is sp2 and other is sp3.
റൈറ്റ്. ദ നെക്സ്റ്റ് പോയിന്റ്, ഫസ്റ്റ് പോയിന്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. 2 ഹൈബ്രിഡൈസേഷൻ ഉണ്ട് ബോറോണിന്, മാർക്ക് ചെയ്ത് വെക്കുക. ഇത് ഞാൻ സെക്കൻഡ് പോയിന്റിലോട്ട് പോകുന്നു. സെക്കൻഡ് പോയിന്റ് എന്താ? ബൊറാക്സിനെ ഹീറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും? ബൊറാക്സിനെ ഒന്ന് ഹീറ്റ് ചെയ്ത് നോക്കാം. ബൊറാക്സിനെ ഹീറ്റ് ചെയ്തു, Na2B4O7.10H2O ഹീറ്റ് ചെയ്തു. ഹീറ്റ് ചെയ്തപ്പോൾ ആദ്യം ഈ വാട്ടർ അങ്ങോട്ട് പോയി. വാട്ടർ പോയാൽ നമുക്ക് കിട്ടുന്നത് Na2B4O7. ദിസ് ഇസ് കാൾഡ് anhydrate ഓഫ് ബൊറാക്സ്. ബൊറാക്സ് എന്ന് വാട്ടർ പോയത് കൊണ്ട് വിളിക്കാം anhydrate ഓഫ് ബൊറാക്സ്. ഞാൻ എഴുതുന്നില്ല, anhydrate ഓഫ് ബൊറാക്സ്. ഈ അൺഹൈഡ്രേറ്റിന് വീണ്ടും ഹീറ്റ് ചെയ്തു. ഫോം B2O3 ആൻഡ് NaBO2. ദിസ് ഇസ് കാൾഡ് സോഡിയം മെറ്റാബൊറേറ്റ്. സോഡിയം മെറ്റാബൊറേറ്റ് and this is called boric anhydrate. ബോറിക് അൺഹൈഡ്രേറ്റ് 2 കോമ്പൗണ്ട് ആണ്, സോഡിയം മെറ്റാബൊറേറ്റും ബോറിക് അൺഹൈഡ്രേറ്റും. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, ഇവിടെ ഒരു പോയിന്റ് ചോദിക്കാറുണ്ട്, ബൊറാക്സ് ബീഡ് ടെസ്റ്റ്. ദീസ് ആർ, ഇവരെന്താണ്? ഗ്ലാസി ബീഡ്സ് ആണ്. ഗ്ലാസി ബീഡ്സ് ആണ്. ഓക്കെ, ഈ ഗ്ലാസി ബീഡ്സിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? ട്രാൻസിഷൻ മെറ്റൽസ് ആഡ് ചെയ്യാം. ട്രാൻസിഷൻ മെറ്റൽ ആഡ് ചെയ്താൽ ആ ബീഡിന് കളറുകൾ കിട്ടും, ക്യാരക്ടറിസ്റ്റിക് കളറുകൾ കിട്ടും. ആ ടാബിൾ നോക്കിയിട്ട് നമുക്ക് ലബോറട്ടറിയിൽ എന്ത് ചെയ്യും? ട്രാൻസിഷൻ മെറ്റൽ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. NCERT ബുക്കിൽ ഒരാളെ മാത്രം പറയുന്നുള്ളൂ, ഞാൻ അയാളെ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഹിയർ നിങ്ങൾ ഇങ്ങോട്ട് കൊബാൾട്ടിൻ്റെ ഏതെങ്കിലും കോമ്പൗണ്ടാണ് നിങ്ങൾ ഈ ബീഡ്സിലേക്ക് ആഡ് ചെയ്യുന്നതെങ്കിൽ ദിസ് എ ഗ്ലാസി ബീഡ്സ്. ഇതൊരു ഗ്ലാസി ബീഡാണ്. ഈ ഗ്ലാസി ബീഡിലേക്ക് കൊബാൾട്ടിന് ആഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഈ ബീഡ്സിലേക്ക് കൊബാൾട്ടിന് ആഡ് ചെയ്തു. റൈറ്റ്, ഞാൻ ഇങ്ങോട്ട് വരക്കാം. നിങ്ങൾ ആഡ് ചെയ്തത് കൊബാൾട്ടിൻ്റെ കോമ്പൗണ്ട്, കൊബാൾട്ടാണ്. ടു ഗെറ്റ് COBO2 ട്വൈസ്, കൊബാൾട്ട് 2+ ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് കൊബാൾട്ടിൻ്റെ മെറ്റാബൊറേറ്റ്. ഇത് ട്രാൻസിഷൻ മെറ്റലിൻ്റെ മെറ്റാബൊറേറ്റ് ആണെങ്കിൽ കളേർഡ് ആണ് എന്ന് പറഞ്ഞു. ഇയാളെ കളറ് ബ്ലൂ കളർ. ദിസ് ഇസ് ബ്ലൂ കളർ. ഇത് ബ്ലൂ കളർ കോംപ്ലക്സ് ആണ്, ബ്ലൂ. റൈറ്റ്. അതേപോലെ കോപ്പർ ഉണ്ട്, നിക്കൽ ഉണ്ട്. നിക്കൽ റെഡിഷ് ബ്രൗൺ ആണ്. കോപ്പറിന് 2 കളർ ഉണ്ട്, ഒന്ന് ഹോട്ടും ഒന്ന് കോൾഡും. അതൊക്കെ പിന്നെ പഠിക്കാം, നമുക്ക് NCERT ഉള്ളത് മാത്രം ഞാൻ പറഞ്ഞു പോകുന്നു. ഹിയർ ടു ഗെറ്റ് കൊബാൾട്ട് COBO2 ട്വൈസ്. COBO2 ട്വൈസ് ആണ്. ഇവിടെ 2 ഉണ്ട്. ബ്ലൂ കളർ ബീഡ്സ് ആണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ദിസ് ഈസ് കാൾഡ് ബൊറാക്സ് ബീഡ് ടെസ്റ്റ്. ബൊറാക്സ് ബീഡ് ടെസ്റ്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ബൊറാക്സിൻ്റെ മൂന്നാമത്തെ റിയാക്ഷൻ, ആക്ഷൻ വിത്ത് വാട്ടർ. ബൊറാക്സിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോകണം? ഇനി വാട്ടറിലേക്ക് ആഡ് ചെയ്യാൻ പോകണു. ബൊറാക്സിനെ വാട്ടറിലേക്ക് ആഡ് ചെയ്താൽ സിമ്പിൾ. ബൊറാക്സിനെ വാട്ടറിലേക്ക് ആഡ് ചെയ്താൽ ഇസ് എ സോൾട്ട് ഓഫ് സ്ട്രോങ് ബേസ് ആൻഡ് വീക്ക് ആസിഡ്. സോ Na എന്തായിട്ട് മാറും? NaOH. സോ ദാറ്റ് ഈ പാർട്ട് എന്തായിട്ട് മാറും? 4H3BO3. H3BO3 is called boron acid, so called boric acid. This is called strong base. അപ്പോൾ എന്താണ്? ഇയാൾ വീക്ക് ആസിഡും ഇയാൾ സ്ട്രോങ് ബേസും. വീക്ക് ആസിഡും സ്ട്രോങ് ബേസും ആണെങ്കിൽ ദിസ് സൊല്യൂഷൻ ഈസ് ആൽക്കലൈൻ. സോ aqueous solution of borax is alkaline. ബൊറാക്സിൻ്റെ aqueous solution alkalines ആണ്. ആ 3 വെരി ഇമ്പോർട്ടൻറ്റ് 3 പോയിന്റ്സ്: ആക്ഷൻ വിത്ത് ഹീറ്റ്, ആക്ഷൻ വിത്ത് വാട്ടർ ആൻഡ് സ്ട്രക്ചർ നോക്കണം അവരെ. ഓക്കെ, ദെൻ രണ്ടാമത്തെ കോമ്പൗണ്ടിലോട്ട് പോവാം. കോമ്പൗണ്ട് നമ്പർ 2. ഓർത്തോബോറിക് ആസിഡ്. ശ്രദ്ധിച്ചോ, ഓർത്തോബോറിക് ആസിഡ്. ഓർത്തോബോറിക് ആസിഡിന്റെ ഫോർമുല H3BO3. റൈറ്റ്, H3BO3. ഫസ്റ്റ് ഇവരെ പ്രിപ്പറേഷൻ ശ്രദ്ധിക്കുക. റൈറ്റ്, ഇവരെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ കുറേ കോമ്പൗണ്ട്സ് ഞാൻ പറഞ്ഞതാ. നമ്മൾ ഫസ്റ്റ് ബുക്കിൽ പറഞ്ഞത് ആദ്യം ഡിസ്കസ് ചെയ്യാം. നമുക്ക് ആരെടുക്കാം? ബൊറാക്സ്.
Borax is equal to Na2B4O7 dot 10H2O. ഇതിന് ഹൈഡ്രോലൈസിസ് നടത്തിയാൽ നമുക്ക് എന്ത് കിട്ടി? തൊട്ട് മുന്നേ ഞാൻ എഴുതി ഓർത്തോബോറിക് ആസിഡ്. പക്ഷെ നമുക്ക് ഓർത്തോബോറിക് ആസിഡ് മാത്രം മതി. അവിടെ എന്താ കിട്ടിയത്? തൊട്ട് മുന്നേ നമ്മൾ എഴുതില്ലേ ഓർത്തോബോറിക് ആസിഡും സോഡിയം ഹൈഡ്രോക്സൈഡും. ആ സോഡിയം ഹൈഡ്രോക്സൈഡിനെ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് എന്ത് വേണം? ഒരു ആസിഡും കൂടെ ആഡ് ചെയ്യണം. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. ബൊറാക്സ് പ്ലസ് വാട്ടർ പ്ലസ് എക്സ്. ഈ എക്സ് ഒരു സ്ട്രോങ് ആസിഡ് ആണ്. എന്തിനാ ഈ സ്ട്രോങ് ആസിഡ്? ആ ബോറിക് ആസിഡിന്റെ കൂടെ കിട്ടുന്ന NaOH ഇല്ലേ, ഈ ബോറിക് ആസിഡിന്റെ കൂടെ NaOH ഉണ്ടായിരുന്നു. ആ NaOH ഇയാളും കൂടെ റിയാക്ട് ചെയ്യും. റിയാക്ട് ചെയ്തിട്ട് ഇത് പ്രസിപ്പിറ്റേറ്റഡ് ആസ് NaCl. അത് NaCl ആയിട്ട് ഔട്ട് പോയിക്കോളും. അല്ലെങ്കിൽ ഇവിടെ ഒരു ബഫർ സൊല്യൂഷന് ചാൻസ് ഉണ്ട്, ഒരു ബഫർ സൊല്യൂഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്ട്രോങ് ആസിഡ് ആഡ് ചെയ്തിട്ട് ആ ആൽക്കലിയെ റിമൂവ് ചെയ്തു. ദേ ഫോം NaCl. റൈറ്റ്, ഇസ് ദ ഫസ്റ്റ് പ്രിപ്പറേഷൻ. ഇനി ശ്രദ്ധിച്ചാൽ മതി. പിന്നെന്ത് ചെയ്ത് BCl3, BBr3, ഡൈബൊറൈൻ, ഇങ്ങനെ ബോറോണിന്റെ കുറേ ഇനോർഗാനിക് കോമ്പൗണ്ട്സ്. ഈ ഇനോർഗാനിക് കോമ്പൗണ്ട്സിലൊക്കെ ജസ്റ്റ് ഹൈഡ്രോലൈസിസ് ചെയ്യാം. ജസ്റ്റ് ഹൈഡ്രോലൈസിസ് ചെയ്താൽ H+ഉം OH- ഈ OH- ഒക്കെ ബോറോണിന്റെ അടുത്തേക്ക് വരിക. ദേ ഫോം BOH thrice. That is H3BO3 preparation. BOH thrice or H3BO3 to get orthoboric acid. Clear? Orthoboric acid prepare ചെയ്തു. Then orthoboric acid structure ഒന്ന് ശ്രദ്ധിക്കുക. Orthoboric acid structure. Okay. പ്രിപ്പറേഷൻ ഓവർ. പ്രിപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്യുക. പ്രിപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ സ്ട്രക്ചറിലോട്ടൊന്ന് പോവാം. ഓക്കെ, സ്ട്രക്ചർ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രക്ചർ, സോ ഈ സ്ട്രക്ചറിൻ്റെ പ്രത്യേകത ലെയർ ലൈക്ക് സ്ട്രക്ചർ. ഞാൻ ഒരാളെ മാത്രം ജസ്റ്റ് വരയ്ക്കുന്നുള്ളൂ. സോ ലെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് കംപ്ലീറ്റ് ഹൈഡ്രജൻ ബോണ്ടാണ്. ലെയർ ലൈക്ക് സ്ട്രക്ചർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ലെയർ ലൈക്ക് സ്ട്രക്ചറാണ്. ഫസ്റ്റ് പോയിന്റ് ശ്രദ്ധിക്കണം. സ്ട്രക്ചറിന്റെ പ്രത്യേകത ലെയർ ലൈക്ക് സ്ട്രക്ചർ, ലെയറിനെ പോലുള്ള സ്ട്രക്ചറുകളാണ്. ഇവിടുത്തെ ബോറോണിന്റെ ഹൈബ്രിഡൈസേഷൻ sp3. ഹിയർ വേറൊരു ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ടായിരുന്നു. ഹൈബ്രിഡൈസേഷൻ ഓഫ് ഓക്സിജൻ. ഹൈബ്രിഡൈസേഷൻ ഓഫ് ഓക്സിജൻ ഇൻ ബോറിക് ആസിഡ്. ഓക്സിജന്റെ ഹൈബ്രിഡൈസേഷൻ നോക്കൂ. 2 സിഗ്മ ബോണ്ടും 2 ലോൺ പെയറും 2 സിഗ്മ പ്ലസ് 2 ലോൺ പെയർ. ഹൈബ്രിഡൈസേഷൻ sp3. ബോറോൺ sp2. 3 സിഗ്മ അല്ലേ ഉള്ളൂ. ബോറോണിന്റെ sp2, then ഓക്സിജൻ sp3. സോ ക്ലിയർ. സ്ട്രക്ചറിന്റെ പ്രത്യേകത ലെയർ ലൈക്ക് സ്ട്രക്ചർ. ലെയർ ലൈക്ക് സ്ട്രക്ചർ ആൻറ്റിസെപ്റ്റിക് ആണ്. ഐ വാഷിങ്ങിന് യൂസ് ചെയ്യുന്നൊക്കെ നിങ്ങൾ കെമിസ്ട്രീൻ്റെ എവറിഡേ ലൈഫിൽ നമ്മൾ പറയാറുണ്ട് ഈ ബോറിക് ആസിഡ്, ഓർത്തോബോറിക് ആസിഡിനെ പറ്റി. ഓർത്തോബോറിക് ആസിഡിൻ്റെ സ്ട്രക്ചറൽ ഇമ്പോർട്ടൻസ് കറക്റ്റായിട്ട് മനസ്സിലാക്കാം. ദെൻ ആഫ്റ്റർ നെക്സ്റ്റ് ഓർത്തോബോറിക് ആസിഡിൻ്റെ അസിഡിക് പ്രോപ്പർട്ടീസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് മാർക്ക് ചെയ്യും. ഓർത്തോബോറിക് ആസിഡ് ഇസ് നോട്ട് എ പ്രോട്ടോണിക് ആസിഡ്. നോട്ട് എ പ്രോട്ടോണിക് ആസിഡ് മീൻസ് H3BO3യിൽ നിന്നും ഇതിൽ നോ അയോണൈസബിൾ H+. ഇതിലൊരൊറ്റ അയോണൈസബിൾ H+ഉം ഇല്ല. ഏതുപോലെ സൾഫ്യൂരിക് ആസിഡ് ആണെങ്കിൽ 2 H+, HCl ആണെങ്കിൽ 1 H+, HNO3 ആണെങ്കിൽ 1 H+. ബട്ട് ഇവിടെ H+ഉം ഇല്ല. അത് നോ അയോണൈസബിൾ H+. സോ കാൾഡ് നോട്ട് പ്രോട്ടോണിക് ആസിഡ്. പ്രോട്ടോണുകൾ ഉള്ള ആസിഡ് അല്ല. നോട്ട് പ്രോട്ടോണിക് ആസിഡ്. ഇത് പിന്നെ എന്ത് ആസിഡാ? ദേ കോൾഡ് ലൂയിസ് ആസിഡ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് അബൌട്ട് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. ഇയാളെ പറ്റി കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ചോദിക്കുമ്പോൾ ശ്രദ്ധിക്കാം. ഇസ് എ ലൂയിസ് ആസിഡ്. വൈ ദിസ് കോൾഡ് ലൂയിസ് ആസിഡ്? ഇയാളെ സ്ട്രക്ചർ നോക്കണോ. ഇയാളെ സ്ട്രക്ചർ BOH ആണ്. ഓക്കെ, സോ ഹിയർ ബോറോൺ സറൗണ്ടഡ് ബൈ 6 ഇലക്ട്രോൺ. ഞാൻ നേരത്തെ പറഞ്ഞു ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണെങ്കിൽ they are called Lewis acid. So orthoboric acid is Lewis acid, not protonic acid. No ionizable H+, not protonic acid. നോക്കിയിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഗീസ് 3 H+ എന്നൊക്കെ എഴുതിയാൽ മണ്ടത്തരാണ്, തെറ്റാണ്, എഴുതാൻ പോകരുത്. നോ H+. So not protonic acid is a Lewis acid because boron surrounded by 6 electron. 8 ഇലക്ട്രോൺ ഇല്ലാത്തവരൊക്കെ ലൂയിസ് ആസിഡ് ആണ്. റൈറ്റ്.
ഇനി ആക്ഷൻ വിത്ത് വാട്ടർ ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻ. ഓർത്തോബോറിക് ആസിഡിനെ വാട്ടറിലേക്ക് ഇട്ടാൽ എന്താണ്? ഞാൻ അങ്ങനെ തന്നെ പറയാം, ഇങ്ങനെ തന്നെ പറയാം. ഓർത്തോബോറിക് ആസിഡിനെ നമ്മൾ വാട്ടറിലേക്ക് ഇട്ടു. ഓക്കെ, വാട്ടറിലേക്ക് ഇട്ടു. ആൻസർ ഞാൻ ഇങ്ങോട്ട് എഴുതാം. ഓർത്തോബോറിക് ആസിഡിനെ വാട്ടറിലേക്ക് ഇട്ടപ്പോൾ ആ ബോറോണിന്റെ കയ്യിൽ നമ്മൾക്ക് ബോറോണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറിയാം. 2s-ഉം 2p-യും കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് ബോറോൺ. കണ്ടില്ലേ? sp2 ആണ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞ ഒരു empty ഓർബിറ്റൽ ഉണ്ട്. ഈ വാട്ടറിലെ ഈ ലോൺ പെയർ നേരെ emptyയിലേക്ക് വരും. വാട്ടറിലെ ലോൺ പെയർ നേരെ emptyയിലേക്ക് വന്നിട്ട് എന്ത് ചെയ്ത് ഈ ബോറോണിന് ചുറ്റുഭാഗം OH 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 ദെൻ ആ വാട്ടർ വന്ന് ഇങ്ങനെ നിൽക്കും. ആസ് എ റിസൾട്ട് രണ്ടുപേർക്ക് പോസിറ്റീവ് നെഗറ്റീവ് വന്നില്ലേ? ബോറോണ് നെഗറ്റീവ് വന്നു, കാരണം 4 ബോണ്ടുണ്ട്. വാട്ടറിന് ഒരു പ്ലസ് വന്നില്ലേ? അടുത്ത സമയത്ത് എന്ത് ചെയ്യും? ആ പ്ലസ് കളയാൻ വേണ്ടി വാട്ടർ ഈ H+നെ റിമൂവ് ചെയ്തിട്ട് ഇത് ലോൺ പെയർ ആയിട്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഈ H+നെ റിമൂവ് ചെയ്തു. ആ H+നെ റിമൂവ് ചെയ്താൽ ഇയാളെന്തായി? BOH4-. അയാളെ മൈനസ് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. അതിൻ്റെ കൂടെ എനിക്ക് എന്ത് കിട്ടി? ഒരു H+. ശരിക്കും ആ H+ എവിടെ നിന്ന് വന്നതാ? ആ ബോറിക് ആസിഡിന്റെ H+ ആണോ? അല്ല, വാട്ടറിൽ നിന്നും അക്സെപ്റ്റ് ചെയ്ത H+നെ അയാൾ ഒഴിവാക്കിയതാണ്. സോ അപ്പൊ വാട്ടറിലേക്ക് ഇട്ടാൽ ഒരു H+നെ ഡൊണേറ്റ് ചെയ്യും. സോ കാൾഡ് മോണോബേസിക് ആസിഡ്. Why this called monobasic? When correct മനസ്സിലാക്കുക, when boric acid react with water, boric acidനെ പിടിച്ച് നിങ്ങൾ വെള്ളത്തിലേക്ക് ഇട്ടു. ആ empty orbital വാട്ടറിനെ സ്വീകരിച്ചു. ദെൻ ഇങ്ങനെ സ്വീകരിച്ചു. നെക്സ്റ്റ് ടൈം എന്ത് ചെയ്തു? ഇവിടെ ഓക്സിജന്റെ പ്ലസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ബോണ്ടിനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് റിമൂവ് H+നെ റിമൂവ് ചെയ്തു. എത്ര H+നെ? ഒരു H+നെ റിമൂവ് ചെയ്തുകൊണ്ട് ദേ കാൾഡ് മോണോബേസിക് ആസിഡ്. ഇപ്പം എന്തൊക്കെ ഓർത്തോബേസിക് ആസിഡിനെ പറ്റി പറയാം? പ്രോട്ടോണിക് ആസിഡ് അല്ല, മോണോബേസിക് ആസിഡ് ആണ്. ലെയർ ലൈക്ക് സ്ട്രക്ചർ ആണ്. 2 ഹൈബ്രിഡൈസേഷൻ, ബോറോണിന് sp2, ഓക്സിജന് sp3. ആൻഡ് ഫൈനൽ പോയിന്റ്, ഒരു പോയിന്റും കൂടെ പഠിക്കുക. 5 പോയിന്റ്. ഇപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ കേട്ടോ. ബേസിക്, മോണോബേസിക്, ഡൈബേസിക്, ട്രൈബേസിക് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. ഇപ്പോൾ ലൂയിസ് ആസിഡ് ആണ്, മോണോബേസിക് ആണ്. എങ്ങനെ മോണോബേസിക് ആയത് മനസ്സിലാക്കുക? അയാൾ H+നല്ല ഡൊണേറ്റ് ചെയ്തത്, വാട്ടറിന് സ്വീകരിച്ചിട്ട് കൊടുക്കുകയാണ്. സോ കറക്റ്റ് ആസ് പെർ മെക്കാനിസം മനസ്സിലാക്കുക. ആൻഡ് ദ ഫൈനൽ പോയിന്റ്, എന്താ ഫൈനൽ പോയിന്റ്? ആക്ഷൻ വിത്ത് ഹീറ്റ്. നമുക്കൊന്ന് ഹീറ്റ് ചെയ്ത് നോക്കാം നമ്മളെ ബോറിക് ആസിഡിനെ. ബോറിക് ആസിഡിനെ ഹീറ്റ് ചെയ്താൽ H3BO3 ആണ്. H3BO3, ഇയാളെ പേരെന്താ? ഓർത്തോബോറിക് ആസിഡ്. ഒരു ഓർത്തോബോറിക് ആസിഡിനെ ഹീറ്റ് ചെയ്തു. സോ ആര് പോയി? വാട്ടർ പോയി. ഓർത്തോബോറിക് ആസിഡ് ഹീറ്റ് ചെയ്ത വാട്ടർ പോയി കഴിഞ്ഞാൽ എന്താ കിട്ടുന്നത്? HBO2. ദിസ് ഇസ് കാൾഡ് മെറ്റാബോറിക് ആസിഡ്. ഓർത്തോബോറിക് ആസിഡിന്ന് വാട്ടർ, എപ്പോഴും ഓർത്തോന്ന് വാട്ടർ പോയാൽ മെറ്റാ. ഓർത്തോ റിലീസ് വാട്ടർ ടു ഗെറ്റ് മെറ്റാ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടൈം ആ 4 എടുത്തു, HBO2 4 എടുത്തു. എഗെയിൻ ഹീറ്റ് ചെയ്തു. വീണ്ടും എത്ര വാട്ടർ പോയി? 2 വാട്ടർ പോയി. റിമൈൻസ് ബാക്കി എന്താ? 4 ഹൈഡ്രജനും പോയി, 2 ഓക്സിജനും പോയി. 2B2O3 അപ് ടു റെഡ് ഹോട്ട് വരെ ഹീറ്റ് ചെയ്യട്ടോ. റെഡ് ഹോട്ട് വെരി ഹൈ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്തു ടു ഗെറ്റ് ബോറിക് അൺഹൈഡ്രേറ്റ്. ഓർത്തോബോറിക് ആസിഡ്, മെറ്റാബോറിക് ആസിഡ് ചേഞ്ചസ് ടു ബോറിക് അൺഹൈഡ്രേറ്റ്. Okay, these are the important points of second compound, orthoboric acid. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ഒരു കോമ്പൗണ്ട് കൂടെ ബാക്കി, that is diborane. Okay, diborane ഫോർമുല B2H6. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ഇതിൻ്റെ പ്രിപ്പറേഷൻസ് 3 ഇമ്പോർട്ടൻറ്റ് പ്രിപ്പറേഷൻ. ഒന്നാമത്തെ പ്രിപ്പറേഷൻ എന്താണ്? BF3യിലേക്ക് ലിത്തിയം
അലൂമിനിയം ഹൈഡ്രേറ്റിനെ ആഡ് ചെയ്താൽ ടു ഗെറ്റ് ഡൈബൊറൈൻ. ഫസ്റ്റ് പ്രിപ്പറേഷൻ. സെക്കൻഡ് പ്രിപ്പറേഷൻ BF3യിലേക്ക് ആഡ് ചെയ്യുക? NaHനെ ആഡ് ചെയ്യുക. NaH, BF3 plus NaH at a high temperature to get diborane. Right. Then second preparation, commercial preparation. Second preparation is a commercial preparation. Next എന്താ? മൂന്നാമത്തെ preparation NaBH4 plus I2 gives diborane. മൂന്ന് important preparations. First BF3യിലേക്ക് lithium aluminum hydrate diborane. BF3യിലേക്ക് NaH, B2H. This is commercial preparation. And next one NaBH4 plus I2 gives B2H6. ഓക്കെ, ഇവിടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ബൈ പ്രോഡക്റ്റുകൾ ചോദിക്കുകയാണെങ്കിൽ സിമ്പിൾ. ഇവിടെ എന്താ ബൈ പ്രോഡക്റ്റ് കിട്ടുക? ഹിയർ ബൈ പ്രോഡക്റ്റ് എന്താ? ലിഥിയം ഫ്ലൂറൈഡും അലൂമിനിയം ഫ്ലൂറൈഡും. ബോറോണിൻ്റെ കൂടെ ഹൈഡ്രജൻ പോയില്ലേ? ഇവിടെ ബൈ പ്രോഡക്റ്റ് എന്താ ഉണ്ടാവുക? NaF. ഹിയർ ബൈ പ്രോഡക്റ്റ് NaI പ്ലസ് ഹൈഡ്രജനും കൂടെ വരാം കേട്ടോ. NaI പ്ലസ് ഹൈഡ്രജൻ is the three important preparations. നോക്കണം. BF3, lithium aluminum hydrate, NaH, NaBH4 plus I2, B2H6 is the important preparation of diborane. Then diborane പ്രത്യേകത, ഡൈബൊറൈൻ ഗ്യാസ് ആണ്. ശ്രദ്ധിക്കുക, ഡൈബൊറൈൻ ഗ്യാസ് ആണ്. എൻതാൽപ്പി ഓഫ് കമ്പഷൻ ഈസ് അപ്രോക്സിമേറ്റ്ലി 2000. അതായത് ഒരു മോൾ ഡൈബൊറൈൻ കത്തുമ്പോൾ ഏകദേശം 2000 കിലോ ജൂളോളം ഹീറ്റ് റിലീസ് ചെയ്യും. അതുകൊണ്ട് അയാളെ നിങ്ങൾ എയറിൽ വെക്കാൻ പറ്റില്ല. എയറിൽ വെച്ചാൽ കത്തിപ്പോകും. റൈറ്റ്. മൂന്നാമത്തെ പോയിന്റ് ശ്രദ്ധിക്കണം. ഡൈബൊറൈൻ ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് കോമ്പൗണ്ട്. ഓക്കെ, അതിൻ്റെ സ്ട്രക്ചർ നിങ്ങൾക്കറിയാം. സ്ട്രക്ചറിൻ്റെ പ്രത്യേകത എന്താ? ഡൈബൊറൈൻ്റെ സ്ട്രക്ചർ. സോ ഡൈബൊറൈൻ്റെ സ്ട്രക്ചർ BH, then H, BH, H. ഇതാണ് സ്ട്രക്ചർ. ഹിയർ ഇവിടെ ശ്രദ്ധിക്കണം, ഈ ബോണ്ടിൻ്റെ ബ്രിഡ്ജ്ഡ് ബോണ്ടിൻ്റെ പ്രത്യേകത എന്താ? ഈ 4 ബോണ്ടും ഒരു പ്ലെയിനിൽ, ഇതാ ഈ പ്ലെയിനിൽ. ബ്രിഡ്ജ്ഡ് ബോണ്ട് അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ്. ഒന്ന് ഇങ്ങനെയും ഒന്ന് ഇങ്ങനെയും. സോ ഹിയർ 4 BH ബോണ്ട്. ഈ 4 BH ബോണ്ടിൻ്റെ പ്രത്യേകത എന്താ? 4 BH ബോണ്ട് ഉണ്ട്. 4 BH ബോണ്ട്. ഇതിൻ്റെ പ്രത്യേകത ടെർമിനൽ ബോണ്ടാണ്, സൈഡിലോട്ടാണ് ബോണ്ട്. സെക്കൻഡ് പോയിന്റ് 2 ഇലക്ട്രോൺ 2 സെന്റർ ബോണ്ട്. ഹൈഡ്രജന്റെ ഒരു ഇലക്ട്രോണും ബോറോണിന്റെ ഒരു ഇലക്ട്രോണും. 2 ഇലക്ട്രോൺ 2 സെന്റർ ബോണ്ട്. നെക്സ്റ്റ് കണ്ട 2 BHB ബോണ്ട്. ഈ BHB ബോണ്ടിന്റെ പ്രത്യേകത എന്താ? എത്ര ഉണ്ട്? 2 എണ്ണം. ദിസ് ഇസ് കോൾഡ് ബ്രിഡ്ജ്ഡ് ബോണ്ട്, അതർവൈസ് കോൾഡ് ബനാന ബോണ്ട്. ബ്രിഡ്ജ്ഡ് ഓർ ബനാന ബോണ്ട്. ഹിയർ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 2 ഇലക്ട്രോൺ 3 സെന്റർ. 2 ഇലക്ട്രോൺ 3 സെന്റർ. അങ്ങനെ ഇങ്ങോട്ട് 3 ഇലക്ട്രോൺസ് വന്നത്. ബൊറോണിന്റെ കോൺഫിഗറേഷൻ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ബൊറോണിന്റെ കോൺഫിഗറേഷൻ 2s2p. ഇതല്ലേ ബൊറോൺ? ഇതൊരു ഹൈഡ്രജനും പോയി. ഇതാ 2 ഹൈഡ്രജൻ. അപ്പൊ ഹൈഡ്രജൻ ഇലക്ട്രോണും ബോറോണിന്റെ ഇലക്ട്രോണും, ഹൈഡ്രജൻ ഇലക്ട്രോണും ബോറോണിന്റെ ഇലക്ട്രോണും. അങ്ങനെ അടുത്ത ബോറോണും ഞാൻ ഇവിടെ വരച്ചു. ഇതേ നോക്കിക്കോ, വേണമെങ്കിൽ പറയണമെന്ന് മനസ്സിലാക്കി. ഇതുപോലെ ഹൈഡ്രജൻ ആ 2 ടെർമിനൽ ബോണ്ട്. ഇനി 2 ഓർബിറ്റൽ ഇടയിൽ ഒരു ഹൈഡ്രജനും ഉണ്ട്. അപ്പം എങ്ങനെയാണെന്നറിയോ? ഇത് നേരെ ഈ ഹൈഡ്രജനിലോട്ട്, ഇത് നേരെ ഈ എംറ്റിയിലോട്ട്. അപ്പം ഈ ഒരു ഇലക്ട്രോണും ഈ എംറ്റിയും. 1 ഇലക്ട്രോൺ 2 ഇലക്ട്രോൺ നോ ഇലക്ട്രോൺ. 1 ഇലക്ട്രോൺ 2 ഇലക്ട്രോൺ നോ ഇലക്ട്രോൺ. 3 സെന്റർ 2 ഇലക്ട്രോൺ. തിരിച്ചിങ്ങോട്ടും. ക്ലിയർ? തിരിച്ചെങ്ങനെ? ഈ ഒരു ഇലക്ട്രോണും ഒരു ഹൈഡ്രജനും എംറ്റിയും. സെയിം 2 ഇലക്ട്രോൺ 3 സെന്റർ ബോണ്ട്. 2 ഇലക്ട്രോണേ ഉള്ളൂ, 3 സെന്റർ. ബനാന ബോണ്ട്. ഓക്കെ. ദെൻ ഹിയർ ഹൈബ്രിഡൈസേഷൻ ഓഫ് ബോറോൺ. ഇവിടെ ബോറോണിന്റെ ഹൈബ്രിഡൈസേഷൻ എന്താ? 1 സിഗ്മ 2 സിഗ്മ 3 സിഗ്മ 4 സിഗ്മ sp3. ശ്രദ്ധിക്കണം, ബോറോണിന്റെ ഹൈബ്രിഡൈസേഷൻ ഡൈബൊറൈനിൽ ബോറോണിന്റെ ഹൈബ്രിഡൈസേഷൻ sp3. ഡൈബൊറൈനിൽ ബോറോണിന്റെ ഹൈബ്രിഡൈസേഷൻ sp3 is the structure of ഡൈബൊറൈൻ. ഇതാണ് ഡൈബൊറൈൻ്റെ സ്ട്രക്ചർ. പോയിന്റുകളൊക്കെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക. ദെൻ ഡൈബൊറൈൻ്റെ മെനി റിയാക്ഷൻസ് ഉണ്ട്. അതിൽ ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻസ് മാത്രം പറയണു. ഡൈബൊറൈൻ്റെ റിയാക്ഷൻ വിത്ത് അമോണിയ.
ഡൈബൊറൈൻ അമോണിയയുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഞാൻ 3 ടെമ്പറേച്ചർ കൊടുക്കുന്നു. ഫസ്റ്റ് എങ്ങനെ -120 ഡിഗ്രി, ദാറ്റ് മീൻസ് ലോ ടെമ്പറേച്ചർ, ദേ ഫോം BnX, boron nitrate. This boron nitrate is called inorganic graphite. Inorganic graphite, layer like structure ആണ്, inorganic graphite ആണ് boron nitrate. രണ്ടാമത്തേത് നോർമൽ ടെമ്പറേച്ചർ. നോർമൽ ടെമ്പറേച്ചറിൽ റിയാക്ട് ചെയ്താൽ ദേ ഫോം BnH2 NH3 ട്വൈസ് പ്ലസും BH4 മൈനസും. ക്ലിയർ? Then high temperature they form B3N3H6. B3N3H6. ആ B3N3H6 കിട്ടാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? സോ ഇതിനെ വേണമെങ്കിൽ ഇയാളെ ഇങ്ങോട്ട് ഹീറ്റ് ചെയ്താലും മതി. ആ കിട്ടിയ കോമ്പൗണ്ടിനെ ഹീറ്റ് ചെയ്താൽ ടു ഗെറ്റ് B3N3H6. ഈ B3N3H6ന്റെ സ്ട്രക്ചർ നോക്കൂ. B3N3H6. This is a B3N3H6. അപ്പോൾ നെറ്റ് ചാർജ് ഒന്നുമില്ല. ദിസ് സ്ട്രക്ചർ സിമിലർ ടു ഓർഗാനിക് കോമ്പൗണ്ടിലെ ബെൻസീൻ. ഈ സ്ട്രക്ചർ ബെൻസീന് സിമിലർ ആണ്. ഈ സ്ട്രക്ചർ ബെൻസീന് സിമിലർ ആണ്. ഓക്കെ, സെയിം നമ്പർ ഓഫ് ആറ്റം. ബെൻസീൻ ഈസ് കംപ്ലീറ്റ്, ഇവിടെ കാർബൺ എന്നുള്ളൂ, ചാർജ് ഇല്ല എന്നുള്ള പ്രശ്നമേ ഉള്ളൂ. C6H6 ആണ്, 12 ആറ്റം. ഇയർ 12 ആറ്റം. എന്താ ഉള്ളത്? B3N3H6, 12 ആറ്റംസ്. ഇലക്ട്രോണുകളെ കൗണ്ട് ചെയ്താൽ നിങ്ങൾ കൗണ്ട് ചെയ്ത് നോക്കുക. ബെൻസീനിൽ 42 ഇലക്ട്രോൺസ് ആണെങ്കിൽ ഇവിടെയും 42 ഇലക്ട്രോൺസ്. സ്ട്രക്ചറും സിമിലർ, ഒരേ നമ്പർ ആറ്റം, ഒരേ നമ്പർ ഇലക്ട്രോൺ, ഒരേ സ്ട്രക്ചർ. സോ ദിസ് ഇസ് കാൾഡ് ഇൻഓർഗാനിക് ബെൻസീൻ. ഇൻഓർഗാനിക് ബെൻസീൻ എന്നാണ് B3N3H6നെ വിളിക്കുക. ഇയാൾ പേരെന്താ? ഹിയർ ദ നെയിം ഈസ് ബൊറാസീൻ. ബൊറാസീൻ എന്നോ ബൊറാസോൾ എന്നോ വിളിക്കാം. ബൊറാസീൻ ഓർ ബൊറാസോൾ. Borazine or borazole, otherwise called inorganic benzene. Clear അല്ലേ? ഇനോർഗാനിക് ബെൻസീൻ എന്ന് വിളിക്കാം. ഇയാളും ബെൻസീനും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ബെൻസീനിൽ ഡീലോക്കലൈസേഷൻ ഉണ്ട്, ഇയാൾക്ക് ഡീലോക്കലൈസേഷൻ ഇല്ല. അടുത്ത ഡിഫറൻസ് എന്താ? ഇവിടെ ചാർജ് ഉണ്ട്, പൊളാരിറ്റി ഉണ്ട്. ബെൻസീനിൽ ആ ഒരു പ്രശ്നമില്ലായിരുന്നു. ഇവിടെ ഈ പൈ ഇലക്ട്രോൺസ് ഡീലോക്കലൈസ്ഡ് അല്ല. കറക്റ്റാണ് 3 റിയാക്ഷൻസ്. ഓക്കെ, ഇത്രയാണ് വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഫ്രം കോമ്പൗണ്ട്സ് ഓഫ് ബോറോൺ. ഞാൻ 3 കോമ്പൗണ്ട്സ് ഡിസ്കസ് ചെയ്തു. ഇനി നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിക്കാം. ദെൻ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. ഫ്രം ദി സെക്ഷൻ കോമ്പൗണ്ട്സ് എന്ന് വരുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. Na2B4O7 .10H2 ഹീറ്റ് ചെയ്ത് X കിട്ടി. അഗെയിൻ ഹീറ്റ് Y+Z. റൈറ്റ്, നമ്മൾ നോട്ടിൽ എഴുതിയ സാധനമാണ്. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും ദാറ്റ് ക്വസ്റ്റ്യൻസ്. ഇതാണ് ഇനോർഗാനിക് കെമിസ്ട്രിയുടെ പ്രത്യേകത. പ്രോബ്ലം ഒന്നും ചെയ്യാനില്ല, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്, ഡയറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ്. ഇൻ ഡൈബൊറൈൻ, ഡൈബൊറൈൻ്റെ പ്രത്യേകത എന്താ? ഓപ്ഷൻ എ 4 ബ്രിഡ്ജ്ഡ് ഹൈഡ്രജൻ ആറ്റം ആൻഡ് 2 ടെർമിനൽ ഹൈഡ്രജൻ ആറ്റം പ്രസൻറ്റ്. സെക്കൻഡ് ഓപ്ഷൻ 2 ബ്രിഡ്ജ്ഡ് ഹൈഡ്രജൻ ആറ്റം ആൻഡ് 4 ടെർമിനൽ ഹൈഡ്രജൻ ആറ്റംസ് ആർ പ്രസൻറ്റ്. ആൻഡ് ദ തേർഡ് ഓപ്ഷൻ ഈസ് 3 bridged hydrogen atom, 3 terminal hydrogen atom. There are no bridged hydrogen atom in diborane. Hydrogen bonds are present. ഏതാ കറക്റ്റ്? 4 terminal and 2 bridged is the correct option. Option boy. Next, match the following column with 1 and 2. Mark the appropriate choice. Borax, inorganic benzene, cryolite, bauxite. ഈ ക്രയോലൈറ്റ് എന്ന് പറഞ്ഞാൽ അറിയാം, ഓസ് ഓഫ് അലൂമിനിയാണ്. ഏതാണ്? Na3Al(F6) ആണ്. ബോക്സൈറ്റ് Al2O3.2H2 ആണ്. അപ്പോൾ നമുക്ക് കിട്ടിയല്ലോ ബൊറാക്സ് Na2B4O7. എ ആണ് 2, ബി ആണ് 4,
A2, B4, C1 and D3. D3, the correct option apple. Answer is apple. The next, the type of hybridization of boron in diborane. Diborane hybridization of boron ഏതാ? Diborane hybridization of boron sp3. Okay. Next, an aqueous solution of boric acid is found to be weakly acidic. പറഞ്ഞ കേസുകളല്ലേ? അതിന് കാരണം എന്താ? Boric acid found to be weakly acidic. The acidic character of arises due to it is a protic acid which donate proton. തെറ്റല്ലേ? Protic acid അല്ല. Next, Lewis acid which abstract OH- from water and leaves H+. Correct. വാട്ടറിൽ നിന്നും OH- സ്വീകരിച്ച് H+ റിലീസ് ചെയ്തു. കറക്റ്റ് ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി. The next, boron nitride can be represented by the given structure. The structure of Bn similar to. Boron nitride is otherwise called inorganic graphite. Borazone is called inorganic benzene. Borazole or borazine inorganic benzene. Boron nitride inorganic graphite. So structure is similar to graphite. Next, which of the following compounds are formed when BCl3 treated with water? പറഞ്ഞു കഴിഞ്ഞു BCl3, BBr3, B2H6 ഒക്കെ വാട്ടറായിട്ട് ട്രീറ്റ് ചെയ്താൽ ടു ഗെറ്റ് H3BO3 ബോറിക് ആസിഡ്. ഓപ്ഷൻ ആപ്പിൾ ആണ് ആൻസർ. ഒരു 5-6 ക്വസ്റ്റ്യൻസ് ഞാൻ ഡിസ്കസ് ചെയ്തു. ഈ ക്വസ്റ്റ്യനിൽ നിന്നും നിൽക്കാതെ ഇതുപോലുള്ള മെനി ക്വസ്റ്റ്യൻസ് നിങ്ങളും ചെയ്ത് നോക്കുക. സോ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക. ഇത്രയാണ് ഗ്രൂപ്പ് 13. ഡിയർ സ്റ്റുഡൻസ്, ഗ്രൂപ്പ് 14ലേക്ക് നമുക്കൊന്ന് എൻ്റർ ചെയ്യാം. ഗ്രൂപ്പ് 14 ഇതുപോലെ തന്നെ ഗ്രൂപ്പ് 13 പോലെ 14 ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് ആൻഡ് ദർ കോമ്പൗണ്ട്സ് ഒന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ആദ്യം ഗ്രൂപ്പ് 14 എലമെൻറ്റ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, ഒന്നുകൂടെ ഞാൻ പറയാം. കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ടിൻ, ലെഡ്. ഒരാളെ ഞാൻ നേരത്തെ പറഞ്ഞ് അവസാനിപ്പിച്ചതാണ്. അയാളുടെ പ്രോപ്പർട്ടീസും ഡിസ്കസ് ചെയ്യാനില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കയറുന്നില്ല. ഹിയർ കാർബൺ നോൺ മെറ്റലാണ്. കാർബണ് 3 ഐസോട്ടോപ്സ് ആണുള്ളത്, 12, 13, 14. സോ കാർബൺ 14 കേട്ടിട്ടുണ്ടാകും, റേഡിയോ ആക്റ്റീവ് ആണ്. ഓക്കെ, നമ്മൾ ഈ ഫോസിലിൻ്റെ ഒക്കെ ഏജിങ്ങിന് യൂസ് ചെയ്യുന്നത് കാർബൺ 14 ആണ്. കാർബൺ 14ൻ്റെ ഹാഫ് ലൈഫ് 577 years is the half life period of carbon 14. Carbon 14ൻ്റെ ഹാഫ് ലൈഫ് 5770 years ആണ്. Then silicon. Siliconൻ്റെ ഇമ്പോർട്ടൻസ് എന്താ? Silicon is the second most abundant element in the earth crust. ഓക്സിജൻ ആണ് മോസ്റ്റ്, പിന്നെ വരുന്നത് സിലിക്കൺ ആണ്. സെക്കൻഡ് മോസ്റ്റ് അബണ്ടന്റ് എലമെന്റ് ഇൻ എർത്ത് ക്രസ്റ്റ് ആണ് സിലിക്കൺ. കാർബൺ നോൺ മെറ്റൽ, സിലിക്കൺ ഞാൻ പറഞ്ഞു പ്രോപ്പർട്ടീസിലൊക്കെ നോൺ മെറ്റാലിക് പ്രോപ്പർട്ടീസ് ആണെങ്കിലും കണ്ടക്ടിവിറ്റിയിലൊക്കെ ആരെപ്പോലെയാണ്? സെമി മെറ്റലിനെ പോലെയാണ്. ഇപ്പോൾ സെമി കണ്ടക്ടറായിട്ടും നമുക്ക് എടുക്കാം. ഓക്കെ, ക്ലാസിഫിക്കേഷനൊക്കെ വായിക്കുന്ന സമയത്ത് സിലിക്കൺ അവരെന്തായിട്ട് എടുത്ത സെമി മെറ്റൽ, പക്ഷെ ഇവിടെ ഒരു നോൺ മെറ്റൽ എന്ന് പറയേണ്ട കുഴപ്പങ്ങളൊന്നുമില്ല. അത് ചില പ്രോപ്പർട്ടീസിൽ നോൺ മെറ്റലിനെ പോലെയും ചില പ്രോപ്പർട്ടീസിൽ മെറ്റലോയിഡ്സിനെ പോലെയും ആക്ട് ചെയ്യുന്നത് കൊണ്ടാണ്. ദെൻ ജെർമേനിയം, ടിൻ ആൻഡ് ലെഡ് മെറ്റൽസ് ആണ്. ജെർമേനിയം സെമി മെറ്റലാണ്, മെറ്റലോയിഡ്സ് ആണ്. ടിന്നും ലെഡും മെറ്റൽസ് ആണ്. ജെർമേനിയം മെറ്റലോയിഡ്സ് ഓർ സെമി മെറ്റൽ, ടിൻ ആൻഡ് ലെഡ് മെറ്റൽസ് ആണ്. ഓക്കെ, സോ ഇതാണ് ബേസിക്കലി എനിക്ക് പറയാനുള്ളത്. റൈറ്റ്, ഇനി ഇവരെ അറ്റോമിക് പ്രോപ്പർട്ടീസിലോട്ട് പോവുകയാണെങ്കിൽ, സോ ഫസ്റ്റ് ഞാൻ നോർമലി പറയുന്ന പോലെ തന്നെ ഒന്നെന്ത് എഴുതാം? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് എഴുതാം. ഓക്കെ, ഓറുകളൊക്കെ നിങ്ങൾ മെറ്റലർജിയിൽ പഠിക്കുക. ഇതിൻ്റെ ഇടയിൽ ഇനി ഓസിനെ കയറ്റിയിട്ട് കൊളാക്കണ്ട. ഒന്ന് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. 2 അറ്റോമിക് റേഡിയസ്, ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. ഡൗൺ ദ ഗ്രൂപ്പ് എന്ത് ചെയ്യും? അറ്റോമിക് റേഡിയസ് ഡൗൺ ദ ഗ്രൂപ്പ് ഇൻക്രീസസ്, എക്സെപ്ഷനുകളൊന്നുമില്ല. 3 അയോണൈസേഷൻ എൻതാൽപ്പി. അയോണൈസേഷൻ എൻതാൽപ്പിയിൽ സ്പെഷ്യൽ കേസുകളൊന്നുമില്ല, ചെറിയൊരു എക്സെപ്ഷൻ ഉണ്ട്. ഇൻ ദി ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി, ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പിയിൽ കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ടിൻ, ലെഡ്. സോ ഹിയർ ഇവിടെ ഒരു എക്സെപ്ഷൻ ഉണ്ട്. സോ ഇമ്പോർട്ടൻറ്റ്, മാർക്ക് ചെയ്ത് വെക്കണം. അയണൈസേഷൻ എൻതാൽപ്പിയിൽ ലാസ്റ്റിലൊരു എക്സെപ്ഷൻ ഉണ്ട്. റീസൺസ്
നേരത്തെ നമ്മൾ താലിയത്തിൽ പറഞ്ഞ അതേ റീസൺ, പ്രസൻസ് ഓഫ് 14F ഇലക്ട്രോൺ, സ്ക്രീനിങ് എഫക്റ്റ് പോറാണ്. ആസ് എ റിസൾട്ട് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടും. ക്ലിയർ? ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഡിസ്കസ് ചെയ്തു. ദെൻ നെക്സ്റ്റ് നമ്പർ 4, ഇലക്ട്രോനെഗറ്റിവിറ്റി. ഇതിലും ഒരു എക്സെപ്ഷൻ ഉണ്ട്. ഇലക്ട്രോനെഗറ്റിവിറ്റിയിലും ഒരു എക്സെപ്ഷൻ ഉണ്ട്. സോ ലിസൺ, ശ്രദ്ധിക്കുക. എക്സെപ്ഷണൽ ഓർഡർ ആണ്. കാർബൺ ഈസ് മോർ ഇലക്ട്രോനെഗറ്റീവ് ബിക്കോസ് കാർബൺ ഈസ് നോൺ മെറ്റൽ. കാർബൺ നോൺ മെറ്റൽ ആണ്. സോ കാർബൺ ഈസ് മോർ ഇലക്ട്രോനെഗറ്റീവ്. പിന്നെ ആരാ വരുന്നത്? പിന്നെ വരേണ്ടത് നമ്മൾ ആസ് പെർ ഓർഡർ സിലിക്കൺ ആണ്. പക്ഷെ പിന്നെ വന്ന കാർബൺ, സിലിക്കൺ, ജർമേനിയം, ടിന്ന്, ലെഡ് ആണ്. പിന്നെ ലെഡ് വന്നു. ലാസ്റ്റത്തെ ലെഡ് 13 ആരായിരുന്നു? താലിയം. ഇവിടെ ആരാണ്? ലെഡ്. അതേ റീസൺ 13 എന്താണോ ഞാൻ റീസൺ പറഞ്ഞത്, സെയിം റീസൺ ഇവിടെയും റിപ്പീറ്റ് ചെയ്യുന്നില്ല. 13 ഞാൻ എന്ത് റീസൺ ആണോ പറഞ്ഞത്, സെയിം റീസൺ ഹിയർ, ലെഡ്. ദെൻ സിലിക്കൺ ഈസ് ഈക്വൽ ടു ജർമേനിയം ഈസ് ഈക്വൽ ടു ടിൻ ഈസ് എ വെരി വെരി ഇമ്പോർട്ടൻ്റ് ഓർഡർ. ഈ ഓർഡറുകളൊക്കെ ശ്രദ്ധിക്കണം. എക്സെപ്ഷണൽ ഓർഡറുകളാണ് ഇലക്ട്രോനെഗറ്റിവിറ്റിക്കും അയോണൈസേഷൻ എൻതാൽപ്പിക്കും. ഓക്കെ, ഇതാണ് ഫസ്റ്റ് 4 അറ്റോമിക് പ്രോപ്പർട്ടീസ്. അറ്റോമിക് റേഡിയസ്, അയോണൈസേഷൻ എൻതാൽപ്പി, ഇലക്ട്രോനെഗറ്റിവിറ്റി. എക്സെപ്ഷണൽ ഓർഡർ മാർക്ക് ചെയ്യുക, പഠിക്കുക. ദെൻ ഫിസിക്കൽ പ്രോപ്പർട്ടിയിലേക്ക് ഞാൻ പോകുന്നു. ഫിസിക്കൽ പ്രോപ്പർട്ടിയിലേക്ക് എൻ്റർ ചെയ്യുമ്പം ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് ഡെൻസിറ്റി, സിമിലർ ടു ഗ്രൂപ്പ് 13. ഡൗൺ ദ ഗ്രൂപ്പ് പോകുമ്പം മാസ് കൂടും, ഡെൻസിറ്റി കൂടും. പ്രത്യേകിച്ച് എക്സെപ്ഷൻ ഒന്നും പറയാനില്ല. ദെൻ നെക്സ്റ്റ് എനിക്ക് രണ്ടാമത്തെ ഫിസിക്കൽ പ്രോപ്പർട്ടി പറയാനുള്ളത് മെൽറ്റിംഗ് പോയിന്റ്, മൂന്നാമത്തത് ബോയിലിംഗ് പോയിന്റ്. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം. മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും വെരി ഹയർ കാണിക്കുന്നത് കാർബൺ. കാർബണ് ഹൈ മെൽറ്റിംഗ് പോയിന്റ്, ഹൈ ബോയിലിംഗ് പോയിന്റ്. വൈ? സോ കാർബണ് കാരണം എന്താ? കാർബണിന്റെ പ്രത്യേകത, കാർബൺ ഒരു എലമെന്ററി സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് ഒരു എലമെന്റ് ആയിട്ടല്ല, ഒരു ആറ്റം ആയിട്ടല്ല. കാർബണിന്റെ എലമെന്ററി സ്റ്റേറ്റ് മീൻസ് ഡിഫറെന്റ് അലോട്രോപ്സ് ആണ്. ഏതൊക്കെ അലോട്രോപ്സ്? ഗ്രാഫൈറ്റ്, ഡയമണ്ട്. കോമൺ അലോട്രോപ്സ് ഗ്രാഫൈറ്റും ഡയമണ്ടും. ദിസ് ഹാവ് ലാർജ് 3D നെറ്റ്വർക്ക് സ്ട്രക്ചർ. ഇവർക്ക് വലിയ 3D സ്ട്രക്ചേഴ്സുകളാണ്. സോ ദേ ആർ കോവാലന്റ് സോളിഡ്. ഹെൻസ് ദേ ഹാവ് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. മക്കളെ മനസ്സിലായില്ലേ? അവരുടെ സ്ട്രക്ചർ എങ്ങനെയാന്ന് പറഞ്ഞു? ലാർജ് 3D നെറ്റ്വർക്ക് സ്ട്രക്ചർ. വലിയ 3D നെറ്റ്വർക്ക് സ്ട്രക്ചർ ആയതുകൊണ്ട് ദേ ഹാവ് ഹൈ മെൽറ്റിംഗ് പോയിന്റ്, ഹൈ ബോയിലിംഗ് പോയിന്റ്. റൈറ്റ്? അവിടെ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ പോയിന്റ്, ബോയിലിംഗ് പോയിന്റ് പ്രശ്നമൊന്നുമില്ല. ഡൗൺ ദ ഗ്രൂപ്പ് ബോയിലിംഗ് പോയിന്റ് ഡിക്രീസസ്. ഞാൻ 13 പറഞ്ഞ പോലെ തന്നെ ബോയിലിംഗ് പോയിന്റ് ട്രെൻഡ്, മെൽറ്റിംഗ് പോയിന്റ് ട്രെൻഡിൽ. സോ മെൽറ്റിംഗ് പോയിന്റ് ട്രെൻഡ് ഈസ് സിമിലർ ടു അയോണൈസേഷൻ എൻതാൽപ്പി. അയോണൈസേഷൻ എൻതാൽപ്പിന്റെ ഓർഡർ തന്നെയാണ് മെൽറ്റിംഗ് പോയിന്റിനും. കാർബൺ, സിലിക്കൺ, ജർമേനിയം, ടിന്നും ലെഡും ചേഞ്ച്. കാരണം ഇനേർട്ട് പെയർ എഫക്റ്റ് വരുന്നതുകൊണ്ട്. മെറ്റൽസ് അല്ലേ, മെറ്റൽസിന്റെ പ്രത്യേകത എന്താ പറയുക? മെറ്റൽസിലെ മെറ്റാലിക് ബോണ്ട് സ്ട്രെങ്ത് ഡിപ്പെൻഡ്സ് ഓൺ മെൽറ്റിംഗ് പോയിന്റ്, ഡിപ്പെൻഡ്സ് ഓൺ മെറ്റാലിക് ബോണ്ട് സ്ട്രെങ്ത്. ദിസ് മെറ്റാലിക്, രണ്ട് മെറ്റൽ ആറ്റങ്ങൾക്കിടയിലുള്ള ബോണ്ട് സ്ട്രെങ്ത് ഡിപ്പെൻഡ്സ് ഓൺ നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ്. അപ്പം ലെഡിൻ്റെ കേസിൽ എന്തായിരിക്കും? ലെഡിൻ്റെ കേസിൽ എന്താ വരിക? ടിന്നും ലെഡും ഇനേർട്ട് പെയർ എഫക്റ്റ് വരും. ഓക്കെ, ഇനേർട്ട് പെയർ എഫക്റ്റ് വരും. അപ്പോൾ ഓർഡറുകൾ ശ്രദ്ധിക്കുക. ഹിയർ ദ കറക്റ്റ് ഓർഡർ: കാർബൺ, സിലിക്കൺ, ജർമേനിയം, ടിന്ന്, ലെഡ്. ഓക്കെ, ഡിഫറെൻറ്റ് മെറ്റാലിക് സ്ട്രക്ചേഴ്സ് ആണ് അവർക്ക്, ഡിഫറെൻറ്റ് മെറ്റാലിക് സ്ട്രക്ചേഴ്സ് ആണ്. അപ്പോൾ ഈ ഓർഡറുകൾ കറക്റ്റ് പഠിക്കുക. മെൽറ്റിംഗ് പോയിന്റ് ഓർഡർ, ദെൻ ബോയിലിംഗ് പോയിന്റ് ഓർഡർ. ഹയർ മെൽറ്റിംഗ് പോയിന്റും ഹയർ ബോയിലിംഗ് പോയിന്റും ഏത് എലമെന്റിനാ? സോ കാർബൺ. ദെൻ നെക്സ്റ്റ് പോയിന്റ് നമ്പർ 4, നാലാമത്തെ പോയിന്റ് ശ്രദ്ധിച്ചോ. കാറ്റനേഷൻ. കാറ്റനേഷൻ, കാറ്റനേഷൻ. കാറ്റനേഷൻ ഈസ് എന്താണ്? സെൽഫ് ലിങ്കിങ് പ്രോപ്പർട്ടിയാണ്. ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ സിംഗിൾ ബോണ്ട് സ്ട്രെങ്ത്. സിംഗിൾ ബോണ്ട് സ്ട്രെങ്ത്തിനാണ് കാറ്റനേഷൻ ഡിപ്പെൻഡ് ചെയ്യുക. കാറ്റനേഷൻ പവർ ഏറ്റവും കൂടുതൽ കാർബണാണ്, പിന്നെ സിലിക്കൺ, ദെൻ ജർമേനിയം, ടിന്ന്, ലെഡ്. ഈ ഓർഡർ വരാനുള്ള കാരണം എന്താ? ഡൗൺ ദ ഗ്രൂപ്പ് സൈസ് ഓഫ് ആറ്റം ഇൻക്രീസ്. സൈസ് ഓഫ് ആറ്റം ഇൻക്രീസ് ചെയ്താൽ ആ ബോണ്ട് ലെങ്ത് കൂടും.
ബോണ്ട് ലെങ്ത് കൂടിയാൽ ബോണ്ട് സ്ട്രെങ്ത് കുറയും. സ്ട്രെങ്ത് കുറയുമ്പം കാറ്റനേഷൻ എബിലിറ്റിയും കുറയും. അപ്പോൾ ജനറലി കാറ്റനേഷൻ ഡൗൺ ദ ഗ്രൂപ്പ് ഡിക്രീസസ്. അപ്പോൾ കാർബണിനാണ് മോർ കാറ്റനേഷൻ പവർ ഡ്യൂ ടു സ്ട്രോങ് കാർബൺ കാർബൺ ബോണ്ട് എന്താൽപ്പി. കാർബൺ കാർബൺ ബോണ്ട് എന്താൽപ്പി സ്ട്രോങ് ആയതുകൊണ്ട് കാർബണിനാണ് കാറ്റനേഷൻ പവർ കൂടുതൽ. ക്ലിയർ അല്ലേ? ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് അറ്റോമിക് പ്രോപ്പർട്ടീസ്. നമുക്ക് എന്ത് ചെയ്യാം, കാർബണിൻ്റെ റിയാക്ഷൻസ് നോക്കാം. കെമിക്കൽ റിയാക്ഷൻസ്, കാർബൺ ഫാമിലിയിലെ കെമിക്കൽ റിയാക്ഷൻസ്. ഓക്കെ, കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് കാർബൺ ഫാമിലി. കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് കാർബൺ ഫാമിലി. ഫസ്റ്റ് റിയാക്ഷൻ വിത്ത് എയർ. ഫസ്റ്റ് റിയാക്ഷൻ വിത്ത് എയർ. ഒന്നാമത്തത് വിത്ത് എയർ. സോ E+O2 ഗീവ്സ്, ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഒക്കെ ഞാൻ ഡിസ്കസ് ചെയ്തു, ഇനി ഞാൻ പറയുന്നില്ല. രണ്ട് ടൈപ്പ് ഓക്സൈഡ് ആണ്, EO2 EO +4+2. EO2 എക്സാമ്പിൾ ആണ് എന്ത്? CO2, SiO2, GeO2, SnO2, PbO2. Okay, these are the examples of EO2 oxide. EO oxide example ആണ് CO, SiO, GeO, SnO, PbO. ശ്രദ്ധിക്കണം ഹിയർ. ഈ കേസിൽ കാർബൺ ഡയോക്സൈഡും സിലിക്കൺ ഡയോക്സൈഡും ജർമേനിയം ഈ മൂന്നും അസിഡിക്ക. ചോദിക്കാറുണ്ട് കേട്ടോ. ഇവരെ നേച്ചർ ചോദിക്കും, ഏതൊക്കെ അസിഡിക്, ഏതൊക്കെ ബേസിക്, ഏതൊക്കെ ആംഫോട്ടറിക്. അപ്പം കറക്റ്റായിട്ട് പഠിക്കണം. മൂന്നും അസിഡിക്. ഹിയർ SnO2 ആൻഡ് PbO2 ഈ രണ്ടു പേരും ആംഫോട്ടറിക് ആണ്. ആംഫോട്ടറിക്, നോ ബേസിക് ഓക്സൈഡ്. ഇവിടെ ബേസിക് ഓക്സൈഡുകളൊന്നും ഇല്ല. സോ SnO2, PbO2 ആംഫോട്ടറിക്. Then CO, here CO is neutral. Carbon monoxide neutral. So very 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 important. SiO നെ പറ്റി പറയുമ്പോൾ ഇയാൾ എക്സിസ്റ്റ് ഓൺലി അറ്റ് ഹൈ ടെമ്പറേച്ചർ. അതുകൊണ്ട് അയാളെ പ്രോപ്പർട്ടി വേണ്ട, ഹൈ ടെമ്പറേച്ചറിൽ മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. GeO acidic remains. These two members are ആംഫോട്ടറിക്. ഒന്നുകൂടെ പറയാം, ന്യൂട്രൽ, അസിഡിക്, ആംഫോട്ടറിക്. ഇറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കറക്റ്റായിട്ട് പഠിക്കണം ഏതൊക്കെ അസിഡിക്, ഏതൊക്കെ ബേസിക്, ആൻഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആംഫോട്ടറിക്. അസിഡിക്കും ബേസിക്കും ആംഫോട്ടറിക്കും. റൈറ്റ്. ദെൻ നെക്സ്റ്റ് റിയാക്ഷൻ വിത്ത് വാട്ടർ. ഓക്കെ, റിയാക്ഷൻ വിത്ത് എയർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. Then next reaction with water. വാട്ടറുമായിട്ടുള്ള റിയാക്ഷൻസ് എന്ന് പറയാം. Okay, listen. M plus water gives, എന്താ ഫോം ചെയ്യുക? മെറ്റൽ പ്ലസ് ഹൈഡ്രോജൻ gives hydrogen plus metal oxide, MO2. ഓക്കെ, ഹിയർ എലമെൻ്റ് ആയിട്ട് ഞാൻ ആരൊക്കെ എടുത്തു? കാർബൺ, സിലിക്കൺ, ജർമേനിയം, ടിന്ന്, ലെഡ്. അത് NCERT പറഞ്ഞ കാര്യം ഞാൻ പറയാം. ഇവർ പറഞ്ഞത് കാർബൺ, സിലിക്കൺ, ജർമേനിയം നോട്ട് അഫക്റ്റഡ് ബൈ വാട്ടർ. ഇവർ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യില്ല. ഓക്കെ, കാർബണും സിലിക്കണും ജർമേനിയം വാട്ടറായിട്ട് റിയാക്ട് ചെയ്യില്ല. ടിന്ന് റിയാക്ട് ചെയ്യും. ടിന്നിൻ്റെ റിയാക്ഷനാണ് ഞാൻ ഈ മുകളിൽ കൊടുത്ത റിയാക്ഷൻ. ലെഡ് ആണെങ്കിൽ ദേ ഫോം എ പ്രൊട്ടക്റ്റീവ് ഓക്സൈഡ് ലെയർ ഓൺ ദർ സർഫസ്. ദേ ഫോം എ പ്രൊട്ടക്റ്റീവ് ഓക്സൈഡ് ലെയർ ഓൺ ദർ സർഫസ് വിച്ച് പ്രിവെൻറ്റ് ഫർദർ റിയാക്ഷൻ. അവരെ പുറത്തൊരു പ്രൊട്ടക്റ്റീവ് ഓക്സൈഡ് ലെയർ ഫോം ചെയ്യുന്നതുകൊണ്ട് റിയാക്ഷൻസ് ഒന്നുമില്ല. ഇത്രയേ ഉള്ളൂ NCERT പറഞ്ഞ പോയിന്റ്. നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം കൂടെ പറയാം. കാർബൺ റിയാക്ട് ചെയ്യില്ല എന്ന് പറയാൻ പറ്റില്ല, കാർബൺ റിയാക്ട് ചെയ്യും. നിങ്ങൾ ഹൈഡ്രജൻ എന്ന ചാപ്റ്ററിൽ കേട്ടിട്ടുണ്ടാകും കോൾ ഗ്യാസിഫിക്കേഷൻ. ഈ കോൾ ഗ്യാസിഫിക്കേഷൻ എന്താ?
കാർബൺ റിയാക്ട് ചെയ്യും ആരായിട്ടാണ്? സ്റ്റീമായിട്ട് 1273 കെൽവിനിൽ ഇൻ പ്രസൻസ് ഓഫ് നിക്കൽ കാറ്റലിസ്റ്റ്. ഫേസ്റ്റ്ലി ടു ഫോം കാർബൺ മോണോക്സൈഡ്, സിൻ ഗ്യാസ് അല്ലേ, വീണ്ടും കാർബൺ മോണോക്സൈഡ് നമ്മൾ എന്താക്കി മാറ്റി? കാർബൺ ഡയോക്സൈഡ്. അത് വാട്ടർ ഗ്യാസ് ഷിഫ്റ്റ് റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ റിയാക്ട് ചെയ്യും വാട്ടറേറ്റല്ല, സ്റ്റീമേറ്റ്. സ്റ്റീമുമായിട്ട് റിയാക്ട് ചെയ്യും. വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം. കാർബൺ റിയാക്ട് വിത്ത് സ്റ്റീം അറ്റ് ഗ്രേറ്റർ ദാൻ 1000 കെൽവിൻ. 1000 കെൽവിന് മുകളിൽ ടെമ്പറേച്ചറിൽ സ്റ്റീമുമായിട്ട് റിയാക്ട് ചെയ്യാം. ഓക്കെ, ഗ്രേറ്റർ ദാൻ 1000 കെൽവിൻ ദ റിയാക്ട് വിത്ത് സ്റ്റീം. റെഡി? ഓക്കെ, അപ്പോൾ ഇതാണ് സെക്കൻഡ് റിയാക്ഷനാണ് റിയാക്ഷൻ വിത്ത് വാട്ടർ. ദെൻ റിയാക്ഷൻ നമ്പർ 3, തേർഡ് റിയാക്ഷനിലേക്ക് എൻ്റർ ചെയ്യാം. തേർഡ് റിയാക്ഷനിലോട്ട് എൻ്റർ ചെയ്യാം. റിയാക്ഷൻ നമ്പർ 3, റിയാക്ഷൻ വിത്ത് ഹാലോജൻ. റിയാക്ഷൻ വിത്ത് ഹാലോജൻ. ശ്രദ്ധിക്കുക, ഈ എലമെന്റുകൾ ഹാലജനുമായിട്ട് റിയാക്ട് ചെയ്താൽ 2 ടൈപ്പ് ഹാലൈഡ്സ് ഉണ്ടാകും, EX2 ആൻഡ് EX4. EX2 ആൻഡ് EX4. ബട്ട് ഈ EX2 എവിടെയല്ല? ഹിയർ നോട്ട് ഈക്വൽ ടു കാർബൺ സിലിക്കൺ. കാർബണും സിലിക്കണും ഇങ്ങനെ ഫോം ചെയ്യാറില്ല. കാരണം നോർമൽ കണ്ടീഷനിൽ ഫോം ചെയ്യാറില്ല. നോർമൽ കണ്ടീഷനിൽ ഇങ്ങനെ ഫോം ചെയ്യാറില്ല. ഓക്കെ, അതുപോലെ ഹിയർ ഇവിടെ എന്താണ്? ഈസ് നോട്ട് ഈക്വൽ ടു ആര്? EX4. കുഴപ്പമില്ല, എല്ലാവരും എഴുതാം, ഒരാൾ മാത്രമേ എക്സിസ്റ്റ് ചെയ്യാത്തുള്ളൂ. ഓക്കെ, ഡൈഹാലൈഡ്സും ടെട്രാഹാലൈഡ്സും. ഇതിന് കാരണം കാർബണിൽ ഇനേർട്ട് പെയർ എഫക്റ്റ് ഇല്ല, സിലിക്കണിലും ഇനേർട്ട് പെയർ എഫക്റ്റ് ഇല്ല. അതുകൊണ്ട് ദ ഡു നോട്ട് എക്സിബിറ്റ് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. നോർമൽ കണ്ടീഷൻസ്, ഓൺലി അറ്റ് നോർമൽ കണ്ടീഷൻസ്. റെഡി? ഡ്രാസ്റ്റിക് കണ്ടീഷനിലോട്ട് ഞാൻ പോയിട്ടില്ല. ഈസ് നോർമൽ കണ്ടീഷൻ്റെ കേസ് മാത്രം ഞാൻ പറഞ്ഞത്. ഹിയർ ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം EX4നെ പറ്റി. EX4ൽ ആദ്യം ഞാൻ പറയുന്ന പോയിന്റ്, PbI2 ഡസ് നോട്ട് എക്സിസ്റ്റ്. ഓൾറെഡി ഞാൻ ഡിസ്കസ് TLI ഡസ് നോട്ട് എക്സിസ്റ്റ്. സിമിലർലി PbI2 ഡസ് നോട്ട് എക്സിസ്റ്റ്. PbI2 എന്ന് പറഞ്ഞ കോമ്പൗണ്ട് ഉണ്ടാവില്ല. ഓക്കെ, PbI2 ഉണ്ടാവില്ല. കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇനേർട്ട് പെയർ എഫക്റ്റ് സ്ട്രോങ് ആണ്, എക്സൈറ്റേഷൻ പോസിബിൾ അല്ല. ഇനി +4ന്റെ സ്റ്റെബിലിറ്റിയും +2യുടെ സ്റ്റെബിലിറ്റിയും ഒക്കെ ഞാൻ ഇനീഷ്യലി ഡിസ്കസ് ചെയ്ത് തീർത്ത പോയിന്റ് ആണ്. വീണ്ടും ഞാൻ അതിലേക്ക് തന്നെ തിരിച്ചു പോകണില്ല. നിങ്ങൾ കറക്റ്റായിട്ട് എഴുതിയെടുത്ത് പഠിച്ചു പോകണം. ഇനി ഞാനൊരു എക്സാമ്പിൾ ആക്കി എടുത്തു. ഇവിടുത്തെ CCl4 എടുത്തു. എക്സാമ്പിൾ കാർബൺ ടെട്രാക്ലോറൈഡും ദെൻ SiCl4ഉം. ഓക്കെ, ഇവരെ ഹൈഡ്രോലൈസിസ് എന്ന് ഞാൻ ചെക്ക് ചെയ്യാം. ലിസൺ. ഫസ്റ്റ് CCl4, കാർബൺ ടെട്രാക്ലോറൈഡ്, SiCl4. ഈ CCl4 ഡസ് നോട്ട് അണ്ടർഗോ ഹൈഡ്രോലൈസിസ് എന്നാണ് നമ്മൾ നോർമലി പറയാറുള്ളത്. CCl4 പ്ലസ് വാട്ടർ റിയാക്ട് ചെയ്യില്ല എന്ന് പറയാൻ പറ്റില്ല. നോർമൽ കണ്ടീഷനിൽ CCl4ന് നോ ഹൈഡ്രോലൈസിസ്. But SiCl4 can undergo hydrolysis. Reason നോക്കൂ, സിലിക്കൺ, ക്ലോറിൻ. സിലിക്കൻ്റെ 3s ആണ്, ദെൻ സിലിക്കൺ 3p ആണ്, ദെൻ സിലിക്കൺ 3d ആണ്, 3s2 ആണ്, 3p4 ആണ്, 3p2 ആണ്. എക്സൈറ്റഡ് സ്റ്റേറ്റിൽ ഇയാൾ ഇങ്ങോട്ട് ചാടി, കണ്ടില്ലേ? ഇതാണ് സിലിക്കൺ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ്. ഹിയർ വാട്ടർ വന്നു. സോ നെക്സ്റ്റ് ടൈം ഈ 4 ഓർബിറ്റൽ ഉപയോഗിച്ച് 4 ക്ലോറിനെ ബോണ്ട് ചെയ്തു. ക്ലോറിൻ 1, ക്ലോറിൻ 2, ക്ലോറിൻ 3, ക്ലോറിൻ 4. ദ നെക്സ്റ്റ് ടൈം ഈ ലോൺ പെയർ നേരെ കൊടുക്കുന്നത് ഈ ഡിയിലേക്കാണോ? ആ ഡിയിലേക്ക് ലോൺ പെയറിനെ കൊടുത്തു. നമ്മൾ നേരത്തെ ആരാ ഹൈഡ്രോലൈസിസ് ചെയ്തിട്ടുണ്ടായിരുന്നു? ഓർത്തോബോറിക് ആസിഡിനെ. സിമിലർ ഇവിടെ എന്ത് ഫോം ചെയ്തു? ഈ സിലിക്കൺ 1 ക്ലോറിൻ, 2 ക്ലോറിൻ, 3 ക്ലോറിൻ, 4 ക്ലോറിൻ, പിന്നെ ദേ ഇങ്ങനെ വാട്ടർ കയറി. നെക്സ്റ്റ് ടൈം ഞാൻ നേരത്തെ പറഞ്ഞു സിലിക്കണിന് ഒരു മൈനസും ഓക്സിജൻ. എന്ത് ചെയ്യണം?
സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്തു, ഇത് ലോൺ പെയർ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു, ഇയാൾ ഈ ക്ലോറിനെ ഇങ്ങോട്ട് ഒഴിവാക്കി, ഇവരിങ്ങനെ എന്തായിട്ട് ഫോം ചെയ്തു, ഫോം HCl. ഒരു HCl പോയിട്ട് അവരെന്തായി, SiCl3 ഒരു OH ആയി. അപ്പോൾ 4 പ്രാവശ്യം ഞാൻ വാട്ടർ ആഡ് ചെയ്താലോ, അത് ഒരു വാട്ടർ വന്നപ്പോൾ ഉള്ള റിയാക്ഷനാണ്. ഇതിന് പകരം 4 വാട്ടർ വന്നാൽ എന്ത് ചെയ്യും, ഓൾ ഓഫ് ദം എല്ലാ CLും പോയിട്ട് 4 OH കയറും. ദാറ്റ് ഇസ് കാൾഡ് സിലിസിക് ആസിഡ്. ടു ഫോം സിലിസിക് ആസിഡ് എന്താ ഫോം ചെയ്യുന്നത്, സിലിസിക് ആസിഡ് ആണ് ഫോം ചെയ്യുന്നത്. സിലിസിക് ആസിഡ് എന്ന് വിളിക്കാം. ക്ലിയർ? 4 വാട്ടർ വന്നാൽ സിലിസിക് ആസിഡ്. ഈ ഹൈഡ്രോലൈസിസ് നോട്ട് ഇൻ CCl4. വൈ? സിമ്പിൾ ആൻസർ, കാർബണിന്റെ കേസിൽ 2s-ഉം 2p-യുമാണുള്ളത്. ഇതാണ് കാർബണിന്റെ എക്സൈറ്റഡ് സ്റ്റേറ്റ്. കാർബണിന്റെ എക്സൈറ്റഡ് സ്റ്റേറ്റ് ഇതാ. വാട്ടറിലുള്ള ലോൺ പെയറിനെ സ്വീകരിക്കാൻ കാർബണിന്റെ കയ്യിൽ ആരില്ല, 2d എന്നൊരു ഓർബിറ്റൽ ഇല്ല. സെക്കൻഡ് ഷെല്ലിൽ ആബ്സെൻസ് ഓഫ് ഡി. ഹിയർ ഇതുപോലെ ഒരു ഡി ഉണ്ടായിരുന്നെങ്കിൽ they undergo hydrolysis. Here absence of d orbital, they do not undergo hydrolysis. ആ ഡി ഓർബിറ്റലിന്റെ ആബ്സെൻസ് കൊണ്ട് ഇവർക്ക് ഹൈഡ്രോലൈസിസ് ഇല്ല. ക്ലിയർ ആണല്ലോ? അപ്പോൾ SiCl4-ന് ഹൈഡ്രോലൈസിസ് ഉണ്ട്, CCl4-ന് ഹൈഡ്രോലൈസിസ് ഇല്ല. അപ്പോൾ ഇനി കറക്റ്റ് റീസൺസ് മനസ്സിലാക്കുക. ഹിയർ ദി ആബ്സെൻസ് ഓഫ് ഡി ഓർബിറ്റൽ. റൈറ്റ്, ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഗ്രൂപ്പ് 14. നമുക്ക് ഈ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഞാൻ പറഞ്ഞു നിങ്ങൾ NCERT കറക്റ്റായിട്ട് വായിക്കണം. ഇനി ഞാൻ ചില ക്വസ്റ്റ്യൻസ് ഒരു 5 ക്വസ്റ്റ്യൻസ് ഞാൻ ഡിസ്കസ് ചെയ്യാം ഫ്രം ലാസ്റ്റ് ഡിസ്കസ്ഡ് ടോപ്പിക്സ്. ക്വസ്റ്റ്യൻ നമ്പർ 1 നോക്കൂ. ഫസ്റ്റ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻസ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് അയോൺ ഈസ് മോസ്റ്റ് സ്റ്റേബിൾ? SN2+, Ge2+, Si2+, Pb2+. അറിയാമല്ലോ 2+ ഏതാ മോസ്റ്റ് സ്റ്റേബിൾ? ഡൗൺ. സോ കറക്റ്റ് ആൻസർ ഈസ് കാർബൺ, സിലിക്കൺ, ജർമേനിയം, ടിന്ന്, ലെഡ്, Pb2+. The next question, the tendency of group 14 elements to show +2 oxidation state decreases in the order. Same as the above, decreases. +2 more stable ഏതില? ലെഡില്. ലീസ്റ്റ് സ്റ്റേബിൾ ഏതില? കാർബണിൽ. സോ കറക്റ്റ് ഓപ്ഷൻ, ഓപ്ഷൻ ബോയ്. കറക്റ്റ് ഓപ്ഷൻ, ഓപ്ഷൻ ബോയ്. The next, അടുത്ത ക്വസ്റ്റ്യൻ, which of the following hydrate is least stable to hydrolysis? Least stable to hydrolysis. താഴെ തന്നതിൽ ഏത് ഹൈഡ്രേറ്റ് ആണ് ലീസ്റ്റ് സ്റ്റേബിൾ ടു ഹൈഡ്രോലൈസിസ്? ഹൈഡ്രോലൈസിസിൻ്റെ സമയത്ത് ലെസ് സ്റ്റേബിൾ ഏതാണ്? ദാറ്റ് മീൻസ് മോർ ഹൈഡ്രോലൈസ് ചെയ്യുന്ന ഏതാണ്? കാർബൺ, മിഥൈന്, SiH4, SnH4, PbH4. ഓർബിറ്റലിൻ്റെ അവൈലബിലിറ്റി ഏറ്റവും കൂടുതൽ ലെഡിലാണ്. PbH4 ആണ് മോർ ഹൈഡ്രോലൈസിസ്. സോ ദ ക്വസ്റ്റ്യൻ ഇസ് വിച്ച് ഹൈഡ്രേറ്റ് ഇസ് ലീസ്റ്റ് സ്റ്റേബിൾ ടു ഹൈഡ്രോലൈസിസ്? മീൻസ് ഹൈഡ്രോലൈസിൻ്റെ സമയത്ത് വേഗം ബോണ്ട് ബ്രേക്ക് ചെയ്യുക, വലിയ ബോണ്ടാണ്. ഫോർ എക്സാമ്പിൾ കാർബൺ CH ബോണ്ടിനേക്കാളും വലുതാണ് SH ബോണ്ട്. ഡൗൺ ദ ഗ്രൂപ്പ് ബോണ്ട് ലെങ്ത് ഇങ്ങനെ കൂടി വരും. ബോണ്ട് ലെങ്ത് കൂടുമ്പം ബോണ്ട് സ്ട്രെങ്ത് കുറയും. സോ ബോണ്ടിൽ ഏറ്റവും ലെങ്ത് കൂടിയ ബോണ്ടാണ് വീക്കർ. സോ ആൻസർ ഈസ് PbH4. നെക്സ്റ്റ് നോക്കൂ, ഐഡന്റിഫൈ X ഇൻ ദി റിയാക്ഷൻ. X+2 വാട്ടർ ഗിവ്സ് XO2 H2. സോ ഹിയർ സ്റ്റീം. അവിടെ ആ സ്റ്റീമുമായിട്ട് നോർമൽ ടെമ്പറേച്ചറിൽ റിയാക്ട് ചെയ്യുന്ന ആരാണ്? കാർബൺ റിയാക്ട് ചെയ്യും, ബട്ട് ദേ റിക്വയർഡ് വെരി ഹൈ ടെമ്പറേച്ചർ. നോർമൽ ടെമ്പറേച്ചറുമായിട്ട് സ്റ്റീമുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് ഓൺലി, ഞാൻ പറഞ്ഞു, കാർബൺ, സിലിക്കൺ, ജർമേനിയം, ടിന്ന്, ലെഡ്. ടിന്നായിരിക്കും റിയാക്ഷൻസ്. ടിന്നാണ് സ്റ്റീമിനെ ബ്രേക്ക് ചെയ്യുക. കാർബൺ റിയാക്ട് ചെയ്യണമെങ്കിൽ വെരി ഹൈ ടെമ്പറേച്ചർ റിക്വയർഡ്, 1200 Kelvin. ഓക്കെ. ലെഡ് ആണെങ്കിൽ അൺഎഫക്ട്, കാരണം ഒരു ഓക്സൈഡ് ഫോർമേഷൻ ഓഫ് എൻ ഓക്സൈഡ് ലെയർ ഓൺ ദർ സർഫേസ്. നെക്സ്റ്റ്, all the members of group 14 when heated in oxygen form oxide. Which of the following is the correct trend of oxide? Correct. Option A, dioxides of carbon dioxide, silicon dioxide, germanium dioxide are acidic, while SnO2, PbO2 amphoteric. Correct അല്ലേ? B, CO, GO, SnO amphoteric. തെറ്റാണ്. CO എന്താണ്? ന്യൂട്രൽ ആണ്.
സി മോണോക്സൈഡ് റിയാക്ട് വിത്ത് ഹീമോഗ്ലോബിൻ ടു ഫോം ടോക്സിക് കോമ്പൗണ്ട്സ്. എല്ലാ മോണോക്സൈഡ്സും ഇല്ല. ദെൻ ഓൾ ഓക്സൈഡ്സ് ബേൺ വിത്ത് ബ്ലൂ ഫ്ലെയിം. അതൊക്കെ അവർ കറക്റ്റ് ചെയ്തത് കാർബൺ മോണോക്സൈഡിനെ പറ്റിയുള്ള പോയിന്റ് ആയിട്ടാണ് കേട്ടോ. ദെൻ നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇനേർട്ട് പെയർ എഫക്റ്റ് ഈസ് മോസ്റ്റ് പ്രൊമിനൻറ്റ്? അറിയാലോ, ഇനേർട്ട് പെയർ എഫക്റ്റ് ഏറ്റവും കൂടുതൽ ഏറ്റവും താഴെയുള്ള മെമ്പേഴ്സിനാണ്. ഏറ്റവും താഴെയുള്ള മെമ്പേഴ്സ് അവിടെ ആരാണ്? അറിയാം, ലെഡാണ്. മാക്സിമം എബിലിറ്റി ഓഫ് കാറ്റനേഷൻസ്. കാറ്റനേഷൻ എബിലിറ്റി മാക്സിമം കാർബൺ. കാർബൺ കഴിഞ്ഞിട്ട് NCERT കാണാം 2 or 3 ഗ്രേറ്റർ കാണാം. അത് കഴിഞ്ഞ് സിലിക്കൺ, ദെൻ ജെർമേനിയം, ടിൻ, ലെഡ്. സോ ആൻസർ ഈസ് കാർബൺ. റെഡി? പിന്നെ അവിടുന്ന് വേണമെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യനും കൂടെ ജസ്റ്റ് ഒന്ന് പറയാം. നമ്മൾ ഡെൻസിറ്റി കമ്പാരിസണിൽ ഗ്രാഫൈറ്റും ഡയമണ്ടും എടുത്തിട്ട് നമ്മൾ ആരായിട്ട് കമ്പയർ ചെയ്യുക? സോ ഗ്രാഫൈറ്റും ഡയമണ്ടും സിലിക്കണുമായിട്ട് കമ്പയർ ചെയ്യുക. നമ്മളെങ്ങനെ നോർമലി പറഞ്ഞത് ഡെൻസിറ്റിൻ്റെ ട്രെൻഡ്. പക്ഷെ ഗ്രാഫൈറ്റ് ആണെങ്കിൽ ശ്രദ്ധിക്കണം, ഗ്രാഫൈറ്റും സിലിക്കണും ഡയമണ്ടും സിലിക്കണും. സോ ഹിയർ ഇങ്ങനെ കേട്ടോ ഓപ്ഷൻസ്. ഡയമണ്ട് ഹാർഡസ്റ്റ് സബ്സ്റ്റൻസാണ്. ഡയമണ്ട് ഡെൻസിറ്റി കൂടുതൽ ആസ് കമ്പയർഡ് ടു സിലിക്കൺ. പക്ഷെ ഗ്രാഫൈറ്റ് ആണെങ്കിൽ ഗ്രാഫൈറ്റ് സോഫ്റ്റ് ആണ്, സ്ലിപ്പറി ആണ്. അപ്പോൾ ഡെൻസിറ്റി ഓഫ് സിലിക്കൺ ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. NCERT ടാബിളുള്ളതാണ്. ഡയമണ്ട് ആണ് സിലിക്കണിനേക്കാളും ഡെൻസിറ്റി, സിലിക്കൺ ആണ് ഗ്രാഫൈറ്റിനേക്കാളും ഡെൻസിറ്റി. ഓക്കെ, ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ഏതാ? ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ്, നാച്ചുറൽ ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ഡയമണ്ട് ആണ്. ഓക്കെ, ഡയമണ്ട് ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ്. ഈ ഒരു വാല്യൂസ് കമ്പയർ ചെയ്യണം. ഡയമണ്ട് സിലിക്കൺ, ദെൻ ഗ്രാഫൈറ്റ് സിലിക്കൺ. ഓക്കെ.